ഹലോ ഓൾ. നമ്മുടെ സെക്കൻഡ് സെമ്മ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ നോട്ട്സ് അയച്ചിരുന്നു. ഇനി ആ നോട്ട്സിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് പറയുന്നത്. നിങ്ങൾക്ക് സെക്കൻഡ് സെമ്മിൽ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് സെക്കൻഡ് എന്നൊരു സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. നമ്മൾ ഇതിൻ്റെ മുന്നത്തെ സെമ്മിൽ പഠിച്ചിട്ടുള്ള ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. സെക്കൻഡ് സെമ്മിൽ ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആകെ 5 യൂണിറ്റ് ആണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്നതാണ്. അതിൽ വരുന്ന പോർഷൻസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ്, നൾ ഹൈപ്പോത്തസിസ്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, സിമ്പിൾ ആൻഡ് കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ, ജനറൽ ടെസ്റ്റ് പ്രൊസീജിയർ, ടെസ്റ്റ് ഫോർ ഗുഡ്നെസ് ഓഫ് ഇറ്റ്, കോണ്ടിജൻസി ടേബിൾ, ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ഇത്രയും പോർഷൻസ് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നുണ്ട്. ദെൻ സെക്കൻഡ് യൂണിറ്റിൽ അനലൈസിസ് ഓഫ് വാരിയൻസ്, 1 വേ ആൻഡ് 2 വേ ക്ലാസിഫൈഡ് ഡാറ്റ, their mathematical model, analysis of variance significance testing. Okay. Then unit 3, regression analysis, simple linear regression, regression equations, regression coefficients, prediction values of y, testing the significance of regression, confidence interval in regression, analysis of variance. Okay. Then unit 4, simple correlation, calculation of simple correlation from raw data, calculation correlation from regression coefficients, testing the presence of correlation, application of correlation, Spearman's rank correlation. ഇതാണ് യൂണിറ്റ് 4 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പോർഷൻസ്. ഇനി യൂണിറ്റ് 5 ദ കൺസെപ്റ്റ് ഓഫ് പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ, ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്, കാൽക്കുലേറ്റിംഗ് പാർഷ്യൽ കോറിലേഷൻ ഓഫ് ഓർഡർ 1 ഫ്രം സിമ്പിൾ കോറിലേഷൻ. ഇത് യൂണിറ്റ് 5 വരുന്ന പോർഷൻസ്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാതെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 4 എന്ന് പറയുമ്പോൾ അതിലെ ചാപ്റ്ററിൻ്റെ പേരാണ് കോറിലേഷൻ. ഓക്കെ, ഈ കോറിലേഷൻ എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ബാക്കി വരുന്ന ചില ചാപ്റ്റേഴ്സ്. അതുകൊണ്ടാണ് ഈ യൂണിറ്റ് ഫസ്റ്റ് എടുക്കുന്നത്. കേട്ടല്ലോ. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ഫസ്റ്റ് യൂണിറ്റ്, അതായത് നിങ്ങളുടെ സെക്കൻഡ് സെമ്മിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിറ്റ് 4 ആണ്. ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കോറിലേഷൻ, യൂണിറ്റ് 4 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ് അത്. ഓക്കെ, തൽക്കാലം ഇതാണ് ആദ്യം എടുക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷനാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കുറച്ച് ഇക്വേഷൻസ് വരുന്നുണ്ട്, കുറച്ച് എന്താ പറയുക തിയറി പാർട്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കോറിലേഷൻ എന്താണ്? കോറിലേഷൻ എന്ന വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോറിലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് കോറിലേഷൻ? Two variables are said to be correlated if the change in one variable results in a corresponding change in the other variable. 2 വേരിയബിൾ കോറിലേറ്റഡ് ആണ് എന്ന് പറയണമെങ്കിൽ ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അടുത്ത വേരിയബിളും ചേഞ്ച് ചെയ്തിരിക്കണം. മനസ്സിലായോ? ദാറ്റ് ഈസ് when 2 variables move together we say they are correlated. അതായത് 2 വേരിയബിൾ ഒരേപോലെയാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ കോറിലേറ്റഡ് ആണ് എന്ന് പറയാം. ആ 2 വേരിയബിളിനെ. എന്താണ് ഈ വാരിയബിൾ എന്ന് പറഞ്ഞാൽ? വാരിയബിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും വാരി ചെയ്യുന്ന വാല്യൂവിനെയാണ് വാരിയബിൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ വാരിയബിൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, എപ്പോഴും ചേഞ്ച് ചെയ്യുന്ന വാരിയബിൾസ് ആയിരിക്കും വാരിയബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു തരാണ്. ഒരു ഇക്വേഷൻ ഇവിടെ എഴുതാണ്. അതായത് 2x പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു y എന്നെഴുതി. ഓക്കെ, ഇവിടെ ഈ എക്സിന് ഏത് വാല്യൂ കൊടുക്കുന്നോ അതിനനുസരിച്ച് വൈക്ക് ഇവിടെ റിസൾട്ട് കിട്ടില്ലേ? അപ്പോൾ എക്സിന് നമ്മളിപ്പോൾ 1 കൊടുക്കാൻ വിചാരിച്ചോളൂ. അപ്പോൾ 2 × 1 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു y. അപ്പോൾ എന്താ ആൻസർ വരിക? വൈയുടെ ആൻസർ 3 + 2 5 എന്ന് വരും അല്ലേ? y ഈക്വൽ ടു അങ്ങനെ വരും. ഇനി അടുത്തത് എക്സിന് 2 കൊടുക്കുകയാണെങ്കിലോ 2 × 2 + 3 ഈക്വൽ ടു y അല്ലേ? അപ്പോൾ ആൻസർ എന്താ വരിക? 2 × 2 4, 4 + 3 7. അപ്പോൾ 7 എന്നാണ് വൈയുടെ വാല്യൂ കിട്ടുക. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലായത്? എക്സിന് ഏത് വാല്യൂ കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് വൈക്ക് വാല്യൂ കിട്ടുക അല്ലേ? അപ്പോൾ ഇവിടെ ഏതാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എക്സ് എന്ന വാല്യൂ അല്ലേ? എക്സിന് ആദ്യം 1 കൊടുത്തു, പിന്നെ 2 കൊടുത്തു അല്ലേ? അപ്പോൾ ഈ എക്സ് എന്നത് എന്താണ്? എപ്പോഴും ചേഞ്ച് ചെയ്യുന്ന ഒരു വാല്യൂ ആണ്. നമ്മൾക്കത് അവിടെ ഏത് വാല്യൂ കൊടുക്കുന്നോ അതിനനുസരിച്ച് റിസൾട്ട് വൈയിൽ കിട്ടും. അങ്ങനെ എപ്പോഴും ചേഞ്ച് ചെയ്യുന്ന വാല്യൂവിനെയാണ് എന്ത് വിളിക്കുക? വാരിയബിൾ. എപ്പോഴും വാരി ചെയ്യുന്ന ആ വാല്യൂവിനെ നമുക്ക് എന്ത് വിളിക്കാം? വാരിയബിൾ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? വാരിയബിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചേഞ്ച് ചെയ്യുന്ന വാല്യൂവിനെയാണ് വാരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഈ ഡെഫിനേഷനിലോട്ട് പോവാം. ഇവിടെ പറഞ്ഞു 2 variables are said to be correlated if the change in one variable results in corresponding change in the other variable.
രണ്ട് വാരിയബിൾ കോറിലേറ്റഡ് ആണ് എന്ന് പറയണമെങ്കിൽ ഒരു വാരിയബിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അടുത്ത വാരിയബിളും ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെയാണ് കോറിലേറ്റഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെൻ ടു വാരിയബിൾസ് മൂവ് ടുഗദർ വി സേ ദേ ആർ കോറിലേറ്റഡ്. അതായത് രണ്ട് വാരിയബിൾ ഒരേപോലെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കോറിലേറ്റഡ് ആണ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇനി എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മ്യൂണിറ്റി റൈസസ് ദ സപ്ലൈ ഫോർ ദാറ്റ് കമ്മ്യൂണിറ്റി ഈസ് ആൾസോ റൈസസ്. ഓൺ ദ അതർ ഹാൻഡ് ഇഫ് ദ പ്രൈസ് ഫാൾസ് ദ സപ്ലൈ ആൾസോ ഫാൾസ്. നിങ്ങൾക്കറിയാം, നമ്മുടെ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, ഒരു സാധനത്തിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് സപ്ലൈ കൂടും. അതുപോലെ ഒരു സാധനത്തിൻ്റെ വില കുറയുന്നതിനനുസരിച്ച് സപ്ലൈ കുറയും, അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന ചേഞ്ച് എങ്ങനെ? ഇവിടെ പ്രൈസ്, ആ സാധനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നതും സപ്ലൈ എന്ന് പറയുന്നതും വാരിയബിൾസ് ആണ്. ആദ്യത്തെ വാരിയബിൾ ഏതായിരുന്നു? പ്രൈസ്. രണ്ടാമത്തെ വാരിയബിൾ സപ്ലൈ ആണ്. അപ്പോൾ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് സപ്ലൈ കൂടുന്നു, അതുപോലെ പ്രൈസ് കുറയുന്നതിനനുസരിച്ച് സപ്ലൈ കുറയുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ രണ്ട് വാരിയബിളും കോറിലേറ്റഡ് ആണ്. കാരണം എന്താ? ഒന്ന് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അടുത്തതും ചേഞ്ച് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ ഈ രണ്ട് വാരിയബിളും ചേഞ്ച്ഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ, ഒരേപോലെ ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ രണ്ട് വാരിയബിളും എന്താണെന്ന് പറയാം? കോറിലേറ്റഡ് ആണ് എന്ന് പറയാം. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? സോ ബോത്ത് വാരിയബിൾസ് മൂവ് ടുഗദർ ഓർ ദേ മൂവ് ഇൻ സിമ്പതി. ഹാൻസ് പ്രൈസ് ആൻഡ് സപ്ലൈ ആർ കോറിലേറ്റഡ്. ഇവിടെ പ്രൈസും സപ്ലൈയും അപ്പോൾ കോറിലേറ്റഡ് ആണ് എന്ന് പറയും. കാരണം മനസ്സിലായല്ലോ? പ്രൈസ് കൂടുന്നതിനനുസരിച്ച് സപ്ലൈ കൂടുന്നു, നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ പ്രൈസ് കുറയുന്നതിനനുസരിച്ച് സപ്ലൈ കുറയുന്നു. അപ്പോൾ ഇവിടെ ആ ചേഞ്ച് എങ്ങനെ വന്നത്? പ്രൈസും സപ്ലൈയും ആണ് അവിടെ രണ്ട് വാരിയബിൾ, അല്ലേ? ആ ചേഞ്ച് എങ്ങനെ വരുന്നത്? ഒന്ന് കൂടുന്നതിനനുസരിച്ച്, ഇപ്പോൾ നോക്കുക, ഞാനിവിടെ കാണിക്കാം. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് സപ്ലൈ കൂടുന്നു, ഓക്കെ? അതുപോലെ പ്രൈസ് കുറയുന്നതിനനുസരിച്ച് സപ്ലൈ കുറയുന്നു. കണ്ടോ? ഒന്നിൻ്റെ ചേഞ്ച് എങ്ങനെയാണോ അതേപോലെ തന്നെ അടുത്ത ചേഞ്ച് വരുന്നത്. ഒന്ന് കൂടുന്നതിനനുസരിച്ച് അടുത്തത് കൂടുന്നു. ഇവിടെയോ ഒന്ന് കുറയുന്നതിനനുസരിച്ച് അടുത്തത് കുറയുന്നു. അപ്പോൾ ഈ രണ്ടും ഒരേപോലെയാണ് അതിൽ ചേഞ്ച് കാണിക്കുന്നത്. ഇങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മറ്റേ വാരിയബിളും ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? കോറിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? കോറിലേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ടെൻഡൻസി ഓഫ് ടു ഓർ മോർ ഗ്രൂപ്പ്സ് ഓർ സീരീസ് ഓഫ് ഐറ്റംസ് ടു വാരി ടുഗദർ ഡയറക്ട്ലി ഓർ ഇൻവേഴ്സ്ലി. അതായത് കോറിലേഷനെ ഡിഫൈൻ ചെയ്യുന്ന മറ്റൊരു സെൻറ്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? രണ്ടോ അതിലധികമോ ഗ്രൂപ്പോ അല്ലെങ്കിൽ സീരീസോ ഡയറക്റ്റ് ആയിട്ടോ ഇൻവേഴ്സ് ആയിട്ടോ വാരി ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുക? കോറിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, രണ്ട് ഐറ്റം എടുത്തു. ഏതൊക്കെയാ? പ്രൈസും സപ്ലൈയും. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് സപ്ലൈ കൂടുന്നു, പ്രൈസ് കുറയുന്നതിനനുസരിച്ച് സപ്ലൈ കുറയുന്നു. ഇതേപോലെ തന്നെ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ സീരീസ് ആയിട്ടോ നമുക്ക് എടുക്കാവുന്നതാണ്. അവിടെ ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇൻവേഴ്സ് ആയിട്ടാണെങ്കിലും അതിൻ്റെ ആ ചേഞ്ച് ഒരുപോലെ വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കോറിലേഷൻ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത്, അക്കോർഡിംഗ് ടു A.M. Turtle, കോറിലേഷൻ ഈസ് ആൻ അനലൈസിസ് ഓഫ് ദ അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വാരിയബിൾസ്. അതായത് A.M. Turtle എന്ന എക്കണോമിസ്റ്റ് ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ്? കോറിലേഷൻ ഈസ് ആൻ അനലൈസിസ് ഓഫ് ദ അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വാരിയബിൾസ്. രണ്ടോ അതിലധികമോ വാരിയബിൾസിൻ്റെ അതിനെ തമ്മിൽ അനലൈസ് ചെയ്യുന്ന മെത്തേഡാണിത് കോറിലേഷൻ. ഇങ്ങനെയും ഒരു ഡെഫിനേഷൻ A.M. Turtle കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് പോർഷനായിട്ട് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരുന്നത് ഇതായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോറിലേഷൻ. കോറിലേഷൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിൽ വരുന്നുണ്ട്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 ടൈപ്സാണ് കോറിലേഷനിൽ വരുന്നത്. ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ ആർ: 1. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. ഓക്കെ. സെക്കൻഡ്, ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. തേർഡ്, സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ ആൻഡ് പാർഷ്യൽ കോറിലേഷൻ. ഓക്കെ ആണല്ലോ? ഒന്നുകൂടി വായിക്കാം. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോറിലേഷൻ? ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. സെക്കൻഡ്, ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. തേർഡ്, സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ ആൻഡ് പാർഷ്യൽ കോറിലേഷൻ. ഇനി ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. ഓക്കെ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ എന്നതുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് നോക്കാം. കോറിലേഷൻ ക്യാൻ ബി നൈദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. കോറിലേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. എങ്ങനെ? വെൻ ദ വാല്യൂസ് ഓഫ് ടു വാരിയബിൾസ് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ, കോറിലേഷൻ ഈസ് സെഡ് ടു ബി പോസിറ്റീവ്. ദാറ്റ് ഈസ് ഇൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വാരിയബിൾ റിസൾട്ട് ഇൻ ടു ആൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ദ അതർ വാരിയബിൾ. Also, or if a decrease in the value of one variable result into decrease in the value of the other variable, also correlation is said to be positive. Okay. ഒരു കോറിലേഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അതേ എക്സാമ്പിൾ തന്നെ ഇവിടെ എടുക്കാം. അതായത്
വെൻ ദ വാല്യൂസ് ഓഫ് ടു വാരിയബിൾസ് മൂവ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അതായത് രണ്ട് വാരിയബിൾ ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? പോസിറ്റീവ് കോറിലേഷൻ. ഇപ്പം നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, എന്താണ്? പ്രൈസും സപ്ലൈയും. അവിടെ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? പ്രൈസ് കൂടുന്നതിനനുസരിച്ച് സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ പ്രൈസ് കുറയുന്നതിനനുസരിച്ച് സപ്ലൈ കുറയുന്നു, അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഡയറക്ഷൻ നോക്കിക്കേ, ഒരേപോലെയല്ലേ പോകുന്നത്? ഒന്ന് കൂടുന്നതിനനുസരിച്ച് അടുത്തത് കൂടുന്നു, ഒന്ന് കുറയുന്നതിനനുസരിച്ച് അടുത്തത് കുറയുന്നു, അല്ലേ? അപ്പോൾ ഇത് എന്തിന് എക്സാമ്പിളാണ്? പോസിറ്റീവ് കോറിലേഷന് എക്സാമ്പിളാണ്. രണ്ട് വാല്യൂസ് ഒരേപോലെയാണ് അതിൻ്റെ ചേഞ്ചസ് കാണിക്കുന്നത് എങ്കിൽ, സെയിം ഡയറക്ഷനിലാണ് അതിൻ്റെ ചേഞ്ചസ് കാണിക്കുന്നത് എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. അപ്പം നെഗറ്റീവ് കോറിലേഷൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? പിന്നെ ഓർ ഇഫ് എ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വാരിയബിൾ റിസൾട്ട്സ് ഇൻ ടു എ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ദ അതർ വാരിയബിൾ ആൾസോ കോറിലേഷൻ ഈസ് സെഡ് ടു ബി പോസിറ്റീവ്. ഇനി അടുത്തത്, ഇൻ ദ അതർ ഹാൻഡ് ദ വാല്യൂ ഓഫ് ടു variable moves in the opposite direction so that an increase in the value of one variable results in the decrease in the value of the other variable, or the decrease in the value of one variable results into any decrease in the value of the other variable. The correlation is said to be negative. അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നെഗറ്റീവ് കോറിലേഷൻ. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് പോസിറ്റീവ് കോറിലേഷനാണ്. ഇനി നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ട് വാരിയബിൾ എടുത്താൽ അതിൻ്റെ ചേഞ്ചസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു സാധനത്തിൻ്റെ വില കൂടുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറയുന്നത് കാണാം. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ആ സാധനത്തിൻ്റെ ഡിമാൻഡ് കുറയുക ചെയ്യുക. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ വരുന്നത്, അല്ലേ? അതുപോലെ പ്രൈസ് കുറഞ്ഞാൽ, ഒരു സാധനത്തിൻ്റെ വില കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക? അതിന് ഡിമാൻഡ് കൂടും, അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയറക്ഷൻ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വിളിക്കാം? നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. അപ്പോൾ ബാക്കി കൂടി വായിക്കാം. Generally, price and supply are positively correlated because when the price increases, supply also increases, and when the price comes down, supply follows. നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്? പോസിറ്റീവ് കോറിലേഷൻ ഒരു എക്സാമ്പിൾ ആണ് ഇതൊക്കെ, പ്രൈസും സപ്ലൈയും. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് സപ്ലൈ കൂടുന്നു, പ്രൈസ് കുറയുന്നതിനനുസരിച്ച് സപ്ലൈ കുറയുന്നു. അത് പോസിറ്റീവ് കോറിലേഷന് എക്സാമ്പിളാണ്. കാരണം അതിൻ്റെ ചേഞ്ചസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരേപോലെയാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. Correlation between price and demand is said to be inverse or negative because with the fall in price demand goes up and with the rise in price demand comes down. അടുത്ത എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് പ്രൈസും ഡിമാൻഡും ആയിരുന്നു. അത് എന്തിന് എക്സാമ്പിളാണ്? നെഗറ്റീവ് കോറിലേഷൻ എക്സാമ്പിളാണ്. അതിന് കാരണം എന്താ? പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ആ സാധനത്തിൻ്റെ ഡിമാൻഡ് കുറയും, അല്ലേ? ഇനിയോ ഒരു സാധനത്തിൻ്റെ വില കുറയുകയാണെങ്കിലോ ഡിമാൻഡ് കൂടും. അപ്പോൾ ഇവിടെ ഡയറക്ഷൻ നോക്കിക്കേ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ അതെന്താണെന്ന് പറയാം? നെഗറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാം. ക്ലിയർ ആയല്ലോ? ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ 4 ബോക്സും ശ്രദ്ധിക്കാം. ഇവിടെ ഫസ്റ്റ് ബോക്സ് നോക്കിക്കേ, എക്സ് വൈ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് എക്സ് വാല്യൂസ് താഴോട്ട് പോകുന്നത്? 30, 35, 42, 60, 65. അതായത് താഴോട്ട് പോകുന്നതോറും കൂടി വരിക. ഇവിടെ വൈ വാല്യൂസ് എങ്ങനെയാണ് കാണിക്കുന്നത്? 15, 20, 22, 27, 30. താഴോട്ട് പോകുന്നതോറും കൂടി വരികയാണല്ലോ. അതായത് എക്സിൽ എങ്ങനെയാണ്? അങ്ങോട്ട് താഴോട്ട് പോകുന്നതോറും കൂടാണ്. വൈയിലും അതേപോലെ തന്നെ. എക്സ് എങ്ങനെയാണോ ചേഞ്ച് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് വൈയും ചേഞ്ച് ചെയ്യുന്നത്. താഴോട്ട് പോകുന്നതോറും കൂടി വരികയാണ്. അപ്പോൾ ഒരേപോലെയാണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തിന് എക്സാമ്പിളാണ്? പോസിറ്റീവ് കോറിലേഷന് എക്സാമ്പിളാണ്. അടുത്ത് നോക്കൂ, എക്സാമ്പിൾ 2. താഴോട്ട് പോകുന്തോറും എക്സിൻ്റെ വാല്യൂ 20, 15, 10, 8, 7 എന്ന രീതിയിൽ കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെയും അങ്ങനെ തന്നെ വൈ വാല്യൂ കുറയുക ചെയ്യുന്നത്. അതായത് എക്സ് എങ്ങനെയാണോ ചേഞ്ച് ചെയ്യുന്നത് അതേപോലെ തന്നെ വൈയും ചേഞ്ച് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇത് എന്തിന് എക്സാമ്പിളാണ്? പോസിറ്റീവ് കോറിലേഷൻ എക്സാമ്പിളാണ്. അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് കോറിലേഷൻ എക്സാമ്പിളാണ്. അടുത്ത് നോക്കൂ, എക്സ് വാല്യൂസ് 30, 35, 40, 42, 45 എന്ന രീതിയിൽ കൂടി വരിക. എന്നാൽ വൈ വാല്യൂസോ 30, 25 എന്ന രീതിയിൽ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഒന്ന് കൂടുകയും അടുത്തത് കുറയുക ചെയ്യുന്നത്. അപ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ ഇതെന്തിന് എക്സാമ്പിളാണ്? നെഗറ്റീവ് കോറിലേഷന് എക്സാമ്പിളാണ്. അടുത്ത് നോക്കൂ, എക്സിൻ്റെ വാല്യൂസ് 30, 28, 25 എന്ന രീതിയിൽ കുറഞ്ഞു വരുന്നു. എന്നാൽ വൈയുടെ വാല്യൂസ് 20, 25 എന്ന രീതിയിൽ കൂടി വരുന്നു. ഒന്ന് കുറയുമ്പോൾ മറ്റൊന്ന് കൂടുക ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തിന് എക്സാമ്പിളാണ്? നെഗറ്റീവ് കോറിലേഷന് എക്സാമ്പിളാണ്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ എന്താണ് പോസിറ്റീവ് കോറിലേഷൻ, എന്താണ് നെഗറ്റീവ് കോറിലേഷൻ എന്ന്? ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇൻ എക്സാമ്പിൾ 1 both x and y increases. Example 2 both x and y increases. Example 3 x increases but y increases. Example 4 x increases but y decreases but y increases. So x and y are positively correlated in example 1 and 2 while they are negatively correlated in example 3 and 4.
ക്ലിയർ ആയല്ലോ? ആദ്യത്തെ 2 എക്സാമ്പിളും പോസിറ്റീവ് കോറിലേഷനും അടുത്ത 2 എക്സാമ്പിളും നെഗറ്റീവ് കോറിലേഷനും എക്സാമ്പിളാണ്. ഓക്കെ, അടുത്തത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. കോറിലേഷൻ മേ ബി ലീനിയർ ആൻഡ് നോൺ ലീനിയർ. കോറിലേഷൻ ലീനിയറും ആവാം അല്ലെങ്കിൽ നോൺ ലീനിയറും ആവാം. എങ്ങനെയാണ്? വെൻ ദ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വൺ വാരിയബിൾ ലീഡ്സ് ടു എ കോൺസ്റ്റന്റ് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ദ അതർ വാരിയബിൾ, കോറിലേഷൻ സെഡ് ടു ബി ലീനിയർ. അതായത് ഒരു വാരിയബിളിൻ്റെ ചേഞ്ച്, ആ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് റേഷ്യോയിലാണ് മറ്റേ വാരിയബിളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ആ കോറിലേഷനെ ലീനിയർ കോറിലേഷൻ എന്ന് പറയാം. ഇനി എക്സാമ്പിൾ പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഇഫ് പ്രൈസ് ഗോസ് അപ്പ് ബൈ 10%, ഇറ്റ് ലീഡ്സ് ടു എ റൈസ് ഇൻ സപ്ലൈ ബൈ 15% ഈച്ച് ടൈം, ദെൻ ദർ ഈസ് എ ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് സപ്ലൈ. അതായത് ഒരു സാധനത്തിൻ്റെ വില അത് 10%, ഫോർ എക്സാമ്പിൾ ദ പ്രൈസ് ഗോസ് അപ്പ് ബൈ 10%, ഇറ്റ് ലീഡ്സ് ടു എ പ്രൈസ് സപ്ലൈ ബൈ 15% ഈച്ച് ടൈം. 10% കൂടുകയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇഫ് പ്രൈസ് ഗോസ് അപ്പ് ബൈ 10%, 10% കൂടുകയാണ് വില, ഒരു സാധനത്തിൻ്റെ വില. അപ്പോൾ അത് 15% ആണ് സപ്ലൈയിൽ വരുന്ന ചേഞ്ചസ്. അതായത് 10% സാധനത്തിന് കൂടുമ്പോൾ, വില കൂടുമ്പോൾ 15%ഓളം സപ്ലൈയിൽ ചേഞ്ച് വരുന്നുണ്ട്. അതൊരു ഫിക്സ്ഡ് എമൗണ്ട് ആണ്. അതായത് ആ ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും ആ ചേഞ്ചിൽ അങ്ങനെ നിൽക്കും. ദെൻ ദർ ഈസ് എ ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് സപ്ലൈ. അപ്പോൾ അതെന്തെന്ന് പറയാം? അവിടെ ഒരു ലീനിയർ കോറിലേഷനാണ് പ്രൈസും സപ്ലൈയും തമ്മിൽ സംഭവിക്കുന്നത്. അതായത് 10% കൂടുമ്പോൾ സപ്ലൈ എന്ത് ചെയ്യുന്നുണ്ട്? 15% കൂടുകയാണ്. ആ 10% അല്ലെങ്കിൽ 15% എന്ന് പറഞ്ഞാൽ അവിടെ ഫിക്സ് ആക്കി വെക്കുകയാണ്. അപ്പോൾ അതെന്ത് റിലേഷനാണ്? ലീനിയർ റിലേഷനാണ്. വെൻ ദർ ആർ ലീനിയർ കോറിലേഷൻ, ദ പോയിന്റ് പ്ലോട്ടർ ഓൺ എ ഗ്രാഫ് വിൽ ഗീവ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഈ ലീനിയർ കോറിലേഷൻ നമ്മളൊരു ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് വെച്ചോളൂ. അത് നമുക്ക് കിട്ടുക, ആ പോയിന്റ് അങ്ങ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ആ ഗ്രാഫിൽ കിട്ടുക. കാരണം അവിടെ ഫിക്സ്ഡ് പോയിന്റ്, അത് കോൺസ്റ്റന്റ് ടേം ഇത്ര ശതമാനം എന്ന് പറഞ്ഞിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗ്രാഫിൽ നമുക്ക് കിട്ടുന്ന പിക്ക് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ജനറലി വി ഡു നോട്ട് ഫൈൻഡ് ലീനിയർ കോറിലേഷൻ ഇൻ ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഫിനോമിന ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് മൾട്ടിപ്പിൾ ആൻഡ് കോംപ്ലക്സ് ഫാക്ടേഴ്സ് ഓൺ ദ വാരിയബിൾ. ഇനി എക്സാമ്പിൾ നോക്കൂ, ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എന്താ തന്നിരിക്കുന്നത് എക്സാമ്പിളിന്? എക്സ് വാല്യൂസ് ആയിട്ട് 20, 25, 30, 35, 40. വൈ വാല്യൂസ് 30, 37.5, 45, 52.5, 60. In this example, there are linear relationship as there is the ratio 2:3 at all points. We plot these points, they will be lie on a straight line. നോക്കൂ, ഈ എക്സ് വാല്യൂസ്, വൈ വാല്യൂസ്, ആദ്യത്തെ എക്സും വൈ വാല്യൂസ് എത്രയാണ്? 20, 30 അല്ലേ? ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ എക്സാമ്പിളിൽ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എല്ലാ പോയിന്റ്സ്, അതായത് എക്സും വൈയും അങ്ങനെ ഓരോന്നും കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ റേഷ്യോ എന്താണ്? 2:3 എന്ന രീതിയിലാണ്. ഇപ്പോൾ 20, 30 ആ 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 2:3. ഇവിടെയും അങ്ങനെ തന്നെ. അങ്ങനെ 2:3 എന്ന മോഡലാണ് ഇവിടെ അതിൻ്റെ റേഷ്യോ കിടക്കുന്നത്. ആ റേഷ്യോ എന്ന് പറയുന്നത് എല്ലാത്തിലും ഫിക്സ്ഡ് അല്ലേ? അപ്പോൾ ഇവിടെ ഈ 2 വാരിയബിളും എന്താണ്? ലീനിയർ കോറിലേഷൻ ആണെന്ന് പറയാം. അതായത് റേഷ്യോ ഒരുപോലെ വരുന്നുണ്ട്. കോറിലേഷൻ ഈസ് സെഡ് ടു ബി നോൺ ലീനിയർ ഓർ കർവിലീനിയർ. പിന്നെ ഇതിൻ്റെ നമ്മൾ ഗ്രാഫിക്കലി ഇതിൻ്റെ പോയിൻ്റൊക്കെ അടയാളപ്പെടുത്തി അതങ്ങ് ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുക എന്താ? സ്ട്രെയിറ്റ് ലൈനാണ്. കാരണം അത് ലീനിയർ കോറിലേഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ലീനിയർ കോറിലേഷനിൽ നമ്മൾ ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആണ് നിങ്ങൾക്ക് കിട്ടുക. ഇനി എന്താണ് നോൺ ലീനിയർ? ലീനിയർ ആൻഡ് നോൺ ലീനിയർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലീനിയർ എന്താണെന്ന് മനസ്സിലായി. ഇനി നോൺ ലീനിയർ കോറിലേഷൻ ഈസ് സെഡ് ടു ബി നോൺ ലീനിയർ or curvilinear when the amount of change in one variable is not in constant ratio change in the other variable. അതായത് കോറിലേഷൻ നോൺ ലീനിയർ ആണ് അല്ലെങ്കിൽ കർവിലീനിയർ ആണ് എന്ന് പറയണമെങ്കിൽ എന്താണ് അവിടെ കണ്ടീഷൻ? ഒരു വാരിയബിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അടുത്ത വാരിയബിളിൽ ഒരു കോൺസ്റ്റന്റ് റേഷ്യോയിലാവില്ല അതിൽ ചേഞ്ച് വരുന്നത്. മറ്റേൽ 10%, 15% എന്ന രീതിയിൽ കറക്റ്റ് ഒരു കോൺസ്റ്റന്റ് റേഷ്യോയിലായിരുന്നു ചേഞ്ച് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കോൺസ്റ്റന്റ് റേഷ്യോയിലാവില്ല ഒരു വാരിയബിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അടുത്ത വാരിയബിൾ ചേഞ്ച് ആവുന്നത്. ഇൻ ദ കേസ് ഓഫ് കർവിലീനിയർ കോറിലേഷൻ ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഫ്ലക്ച്വേറ്റ്സ് ആൻഡ് ഈസ് നെവർ കോൺസ്റ്റന്റ്. ഒരിക്കലും അതിൽ ആ വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആവില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. ലീനിയർ കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു വാരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ അടുത്ത വാരിയബിളും ചേഞ്ച് ആവുന്നുണ്ട്, പക്ഷേ അതൊരു കോൺസ്റ്റന്റ് റേഷ്യോയിലാണ് ചേഞ്ച്ഡ് ആവുക. അതിനെ ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നു. നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു വാരിയബിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മറ്റേ വാരിയബിളും ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ ഒരു കോൺസ്റ്റന്റ് റേഷ്യോയിലല്ല ചേഞ്ച്ഡ് ആവുക. അതിനെയാണ് എന്ത് വിളിക്കുക? നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ?